മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റമദാനൊക്കെ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ റമദാൻ സീരീസിലാട്ടോ ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മാസം കണ്ടിട്ടുള്ള 6 ദിവസം, അതായത് നമ്മൾ മാസം കണ്ട് നമുക്ക് റമദാനാണെന്ന് ഫിക്സ് ആയ ദിവസത്തെ ഒരു അന്ന് തൊട്ടാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാസമൊക്കെ കണ്ട് കുറച്ച് സമയം ബേബീസിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു കേട്ടോ. അവർ പിന്നാലെ നടന്ന് അവരൊക്കെ ഉറക്കി ആ ഒരു ഹർബിറയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ഫത്തഹ് സൂറത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബേബീസ് ഉണ്ടാകുമ്പോൾ ഇനി ഈ സംഭവത്തിനൊന്നും അയക്കൂല കേട്ടോ. അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാത്തിനും. അപ്പോൾ മുസാഫൊക്കെ വെച്ചിട്ടുള്ള കളിയാകുമ്പോൾ അവരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാനിതാ റിലാക്സ് ആയിട്ട് മനസ്സമാധാനത്തോടെ ഓതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അത്താഴത്തിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം കേട്ടോ ഉറങ്ങിയത്. അപ്പോൾ ഏകദേശം ഉറങ്ങി വന്നപ്പോൾ 11:30 ആയിട്ടുണ്ടേന് കേട്ടോ. അപ്പം ഞാൻ പിന്നെ തലേ ദിവസം നമുക്ക് നോമ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നാളെ ഇപ്പം എന്തായാലും നോമ്പാണെന്ന് നമുക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പേരിക്കുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ തന്നെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതാ ഒരു മോർണിംഗ് 4:30 ആയപ്പോഴായിട്ട് എഴുന്നേറ്റത്. ബാങ്ക് 5:30 വരുന്നത്. അപ്പോൾ ഉപ്പക്കും ഉമ്മക്കൊക്കെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതാ സാധാ ചോറും പിന്നെ നമ്മൾ ചെമ്മീൻ കറിയും പിന്നെ അതിലേക്ക് ചിരങ്ങ താളിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ ഫ്രൈ ആക്കി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ഓവർനൈറ്റ് ഓട്സാണ്. ഓട്സും ഡേറ്റ്സ് പിന്നെ ബനാന പിന്നെ ബദാം അങ്ങനെ കുറച്ചൊക്കെ ആഡാക്കിയിട്ട് ഞാൻ നൈറ്റ് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളം കുടിച്ചത്. അപ്പം ആ ഒരു സമയത്ത് പച്ച വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ കൂൾ വാട്ടറായിട്ടോ കുടിച്ചത്. പിന്നെ കുറച്ച് സമയം ബാങ്ക് കൊടുക്കാനൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഖുറാനൊക്കെ ഓതിട്ടോ. അപ്പോൾ ഇത്തവണ റമദാനിന് ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 റമദാനും എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഓതാനോ അല്ലെങ്കിൽ തറാവി കറക്റ്റ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് പറ്റാത്ത ഒന്നുകൊണ്ടല്ല കേട്ടോ. നമ്മളെ ബേബീസ് ചെറുതായിരുന്നു, അതുകൊണ്ട് കാരണം കൊണ്ട് തന്നെ എനിക്ക് അതിലങ്ങനെ ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ആ ഒരു ഫറല് മാത്രം എടുത്തിട്ടായിരുന്നു പോയത്. അപ്പോൾ ഇത്തവണ ഞാൻ മാക്സിമം കത്തൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ആക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ അതേപോലെ നമ്മൾ തറാവിയും മാക്സിമം എടുക്കണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയമൊക്കെ ഓതി ദിക്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു 7 ആയിട്ടുണ്ടായിരുന്നു. 7 o'clock ആയിട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് സൺഡേ ഒക്കെ ആയപ്പം അസിമോക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് സമയം കിടക്കാമെന്ന് കരുതി. പക്ഷെ നമ്മൾ ബേബീസ് കിടക്കാൻ അയച്ചില്ല കേട്ടോ. അവർക്കിപ്പോൾ ഫീഡിങ് മാറ്റിയിട്ട് ആകെ 1 week ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതൊന്നും വല്ലാണ്ട് അങ്ങോട്ട് റിക്കവറായി വന്നിട്ടില്ല. പിന്നെ നൈറ്റ് ഞാൻ കരയുമ്പോൾ ഒന്നും കൊടുക്കാറില്ല കേട്ടോ, വെള്ളമൊന്നും കൊടുക്കാറില്ല. അവരിങ്ങനെ ജസ്റ്റ് മാനേജാക്കി ഇങ്ങനെ പോവാട്ടോ ചെയ്യുക. പിന്നെ മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദാഹമാണ് കേട്ടോ. അപ്പോൾ അവർ എഴുന്നേറ്റ് പാടി ഞാൻ അവർക്ക് വെള്ളമൊക്കെ സാധാരണ നമ്മൾ നോർമൽ വാട്ടറൊക്കെ കൊടുത്ത് പിന്നെ അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റും ഇനിയിപ്പോൾ ഞാൻ പശുപ്പാലൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ തലേ ദിവസം വാഷ് ചെയ്യാൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് മെഷീനിലിട്ടിട്ടുണ്ട്. പിന്നെ ബേബീസിന് ഞാൻ ഒരു 10:30 ആയപ്പം അവർക്ക് കഞ്ഞിക്ക് പകരം ഇന്ന് ഓട്സ് ആട്ടോ കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അതിന് ശേഷം നമുക്ക് റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ ഈവനിങ് ഭയങ്കര തിരക്ക് പിടിച്ച പണിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങ ചിരവി വെക്കാമെന്ന് കരുതിട്ടോ. ചിരവാൻ കുറച്ച് മടിയായതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്സാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ആക്കി നോക്കുക. ഇത് പണിയില്ല എന്നല്ല, നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ നമുക്ക് കുറച്ച് ദിവസം നമ്മൾ എഫേർട്ട് എടുക്കേണ്ട അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു 4 തേങ്ങ പൊളിച്ചിട്ട് സെറ്റാക്കി നമ്മൾ ഇഡ്ഡലീൻ്റെ തവി ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു 20 minutes ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ നൈറ്റ് തന്നെ നമ്മൾ ബേബീസ് ഉള്ളതുകൊണ്ട് നൈറ്റ് തന്നെ നമ്മൾ ഫുൾ ഓൾമോസ്റ്റ് വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. കാരണം അവർ നൈറ്റ് ഫുൾ ഹരിബറിയാക്കി വെക്കും കേട്ടോ. പലത് തിന്നണ ഐറ്റംസ് ആയിട്ടും ഒരു ടോയ്സ് ആയിട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഹരിബറിയായി കിടക്കായിരിക്കും. അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാറുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് പിന്നെ ഒന്ന് തുടച്ചെടുക്കാട്ട് ചെയ്യാം.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അകത്ത് ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കിച്ചൺ ക്ലീൻ ആക്കാൻ വന്നപ്പോൾ നമ്മൾ മെയിൻ കിച്ചൺ ക്ലീൻ ആക്കുന്നതിന് മുമ്പ് ഇതൊന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കത്തി വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തെച്ചാക്കുമ്പോൾ തന്നെ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് വരുവേ. അപ്പോൾ അസിമോക്കൊന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നാൾ ഫുള്ള് ഫോണുമ്പോൾ തന്നെ ആണ് കേട്ടോ. എൻ്റെ പിന്നിൽ കിടന്നിട്ട് ഇതാ ഫോൺ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഞാൻ മാക്സിമം ഇങ്ങനെ കൺട്രോൾ ആക്കാൻ നിൽക്കാറുണ്ട്. പിന്നെ തീരെ കൊടുക്കാതിരിക്കാനും പറ്റൂലല്ലോ, കുറച്ചൊക്കെ കാണട്ടെ എന്ന് കരുതും. പിന്നെ കുറച്ച് ടൈമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാനേജ് ആക്കാറാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഇങ്ങനെ എല്ലായിടത്തുനിന്നും ഇങ്ങനെ അടർത്തി എടുത്തിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കട്ടാക്കി കുറച്ച് അധികം വലിയ പീസാക്കിയിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്താൽ നമ്മളെ ഗ്രൈൻഡർ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇങ്ങനെ ഇടും കേട്ടോ. അത് നമ്മൾ കട്ടാക്കിയിട്ട് ഇതാ ബാച്ച് ആക്കിയിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് ക്രഷ് ചെയ്തെടുക്കണ്ട, നമ്മൾ ജസ്റ്റ് ചിരവി എടുക്കുന്ന ആ ഒരു തരത്തിൽ തന്നെ ഒരു 2-3 തവണ ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലാട്ടോ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ ബേബീസിനൊക്കെ ഫ്രഷ് ചെയ്ത് ഞാനൊക്കെ ഫ്രഷായി വന്നപ്പോഴത്തേക്ക് ഇതാ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് മാർച്ച് 3 കേട്ടോ. അപ്പം കുഞ്ഞുട്ടാക്കാൻ്റെ വകയാണ് ഈ സർപ്രൈസ്. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായത് ഇത്തവണ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നത്. പക്ഷേ ഞാൻ ഫ്രഷായി വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ആരോ ഇവിടെ തന്നിട്ട് പോയതാണ് പറഞ്ഞ് അസിമോൾ എനിക്ക് കൊണ്ടു തന്നെ കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ സർപ്രൈസായി. അപ്പോൾ കുഞ്ഞിട്ടാക്ക് അങ്ങനെ പറഞ്ഞത് ഞാൻ ശരിക്കും സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വന്ന പാടന്നെ ഇത് വാരി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുള്ള ഒരു അടിപൊളി ചുരിദാർ സെറ്റായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടോ ഈ ഒരു കളറൊക്കെ. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇക്കാനെ സഹായിച്ചത് ഇക്കാൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഏതായാലും 2 പേർക്കും നല്ല താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കാണ്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഇതാ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് അതൊക്കെ വെച്ചതിന് ശേഷം ഇതാ ബേബീസിന് ഫുഡൊക്കെ കൊടുത്ത് അവർ ഫുഡൊക്കെ കൊടുത്ത് അവരെ ജസ്റ്റ് ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അവരെ ഉറക്കാൻ വേണ്ടി കിടത്തിയപ്പം. അപ്പോൾ അസിമോക്കൊന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിയാണ് കേട്ടോ. ഫോണ് ചോദിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ടൈം വെച്ചിട്ടാട്ടോ ഇപ്പോൾ ഫോൺ കൊടുക്കാറുള്ളൂ. അപ്പോൾ ആളിങ്ങനെ ഫോൺ കൊടുക്കാത്തതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കരമായിട്ട് വെറുപ്പിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഒരു ജ്യൂസ് ഇന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ജ്യൂസ് തന്നെയല്ല, നമ്മൾ മാക്സിമം ഓതാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ ബേബീസൊക്കെ ഉറങ്ങുന്ന സമയത്തല്ലേ എനിക്ക് ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാം കൂടെ നടക്കണമല്ലോ. അപ്പം ഒരു ഖത്തം എങ്ങനെയായാലും ഈ ഒരു നോമ്പിന് തീർക്കണം എന്ന് എനിക്ക് പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ മാക്സിമം ഒക്കെ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പം ഞാൻ ഖുറാനൊക്കെ ഓതി പിന്നെ ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം കിടക്കാമെന്ന് കരുതി കിടന്നതാണ്. കാരണം ബേബീസ് മോർണിംഗ് നേരത്തെ എഴുന്നേറ്റു. പിന്നെ രാത്രിയിൽ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നു. പക്ഷേ ഞാൻ കിടന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിന് ബേബി എഴുന്നേറ്റ് കേട്ടോ. ആൾക്കാർക്ക് ഇപ്പോൾ ഫീഡിങ് നിർത്തിയതിൻ്റെ ആ ഒരു ഇത് മാറാത്തതുകൊണ്ട് തന്നെ വെള്ളം ചോദിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. ആളത് വന്നിട്ട് താഴെ ചിന്തി അതൊക്കെ ആക്കി പിന്നെ ആളെ ഞാൻ പിടിച്ച് ഉറക്കിയതിന് ശേഷം ഞാൻ 3:30 കിച്ചണിൽ കയറാൻ കരുതിയ ആളാണ്. പക്ഷേ ആൾ ഉറക്കി വന്നപ്പോഴത്തേക്കും അസർ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നിസ്കരിച്ചിട്ട് കയറാമെന്ന് കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അസിമോളും ബേബീസൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ ഇന്ന് പത്തിരി തന്നെ തുടങ്ങാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഞാൻ പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ ആർക്കും അങ്ങനെ വല്ലാണ്ട് പത്തിരി ഇഷ്ടമല്ല കേട്ടോ, വല്ലാണ്ടൊന്നും കഴിക്കൂല. എല്ലാവർക്കും പത്തിരിനേക്കാളും കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയാണ്. അതായത് ഉപ്പക്കും ഉമ്മക്കൊക്കെ ചപ്പാത്തിയായിട്ടോ കൂടുതലും ഇഷ്ടം. പക്ഷെ മക്കൾക്കൊക്കെ പത്തിരിയാണ് ഇഷ്ടം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ 2 ഉണ്ടാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പത്തിരി മാത്രം മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ ഞാൻ പത്തിരി റെഡിയാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ടാക്കി റെഡിയാക്കി വെക്കുക കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ തലേ ദിവസം, അതായത് നമ്മൾ നോമ്പിൻ്റെ തലേ ദിവസം ഒരാഴ്ചത്തേക്ക് അത്രയൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. കാരണം അധികം സ്റ്റോർ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വല്ലാണ്ട് കിട്ടൂല. അപ്പോൾ പിന്നെ അത് ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് സ്റ്റോറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളെ പൊടിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് വാട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറഞ്ഞിട്ട് ട്രൈ ആക്കി നോക്കി. ചിലപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതവിടെ അടച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ നമ്മൾ കറീൻ്റെ ബാക്കി പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇന്ന് തേങ്ങ ഒന്നും അരക്കാണ്ട് സാധാ നമ്മൾ മുളകിട്ട ചിക്കൻ കറി തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പം കറി അവിടെ ആവുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ പത്തിരിക്കുള്ള ഇതൊക്കെ കുഴച്ചതാ നല്ല പോലെ ഒക്കെ പരത്തി പൊടിയൊക്കെ തട്ടി മാറ്റിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പത്തിരി പരത്തി നല്ല വൃത്തിക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മോർണിംഗ് ഒക്കെ ഈ പത്തിരി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആകെ ഒരൊറ്റ ഗ്ലാസ് പത്തിരി പൊടി എടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ബേബീസൊക്കെ ഇനിയിപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് പത്തിരി കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ നമ്മൾ നോമ്പറക്കുമ്പോഴത്തേക്ക് അവരൊക്കെ നടന്ന് തിന്നതിനെ വരുമ്പോഴത്തേക്കും കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ സെറ്റായി ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് നേരം വൈകിയതുകൊണ്ട് തന്നെ ഇന്നിപ്പം അത്യാവശ്യം തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷടപടേന്ന് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. പിന്നെ അതിനിടയിൽ അസിമോൾ എഴുന്നേറ്റ് വന്നിട്ട് അസിമോള് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് അവൾ പത്തിരി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കഴിക്കും കേട്ടോ. അപ്പോൾ ആൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം മധുരം യൂസ് ആക്കാണ്ട് പോകാൻ തന്നെയാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ജ്യൂസൊക്കെ കഴിക്കും, പക്ഷേ അതിലൊന്നും ഷുഗർ ആഡ് ആക്കൂല കേട്ടോ. അപ്പം ഏതായാലും അതതിൻ്റെ ഇടയിൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പത്തിരിയൊക്കെ റെഡിയാക്കി കറിയൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉപ്പക്ക് ഇഷ്ടം കേട്ടോ. ഉപ്പക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഞാൻ ഇന്ന് സമൂസ റെഡിയാക്കാമെന്നാണ് കരുതുന്നത്. അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് കഴിക്കൂല. പിന്നെ ഉമ്മക്കും പൊരിച്ച കടീനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. എന്നാലും 1, 2, 3 എണ്ണമൊക്കെ കഴിക്കും. അപ്പോൾ അതേതായാലും അവർക്കും പിന്നെ ബേബീസിനൊക്കെ ഉള്ള അത്രയും ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ഇവിടെ 2 ഐറ്റം എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഞാൻ ഒന്ന് ഈ ഒരു സമൂസയും പിന്നെ ഒന്ന് ബ്രെഡ് വെച്ചിട്ട്, അതായത് വീറ്റ് ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. കാരണം എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് വീറ്റ് ബ്രെഡാണ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കാഞ്ഞാൽ എനിക്ക് നല്ല ചീത്ത കേൾക്കും. അപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡ് വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയ രൂപത്തിൽ അധികം എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ എണ്ണ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ സ്പൈസ് ആയിട്ട് തന്നെ ഒരു സംഭവം കൂടി റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും ആഡ് ആക്കിയിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ജ്യൂസും ലൈമും അതേപോലെ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി വന്നപ്പോഴത്തേക്കും ആ സമയം ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ടേബിളിൻ്റെ സെറ്റൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളെ ബേബീസിനെ അവരെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് അവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അവർ അതിലിരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കും നോമ്പുറക്കാനൊക്കെ ഒന്ന് ഒരു സമാധാനത്തോടെ പിറക്കാമെന്നുണ്ടെങ്കിൽ അവർ വെള്ളമൊക്കെ ചിന്തലും അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടലൊക്കെ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും അവരെ ഞാൻ ഇതിലിരുത്തിയിട്ട് അവർക്കുള്ളത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാങ്ക് എടുക്കാനായപ്പോഴാണ് അവർക്കും ഡേറ്റ്സൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ നമ്മൾ ഡേ 1 റമദാൻ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നാളത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ടാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ, അസ്സലാമു അലൈക്കും.